ഓ നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാടിളകി. ഓ ഞാൻ ഒരുപാട് വൈകി. അവന്മാരൊക്കെ പോയാവോ? ആ അവിടെ രണ്ടാളെ കാണുന്നുണ്ടല്ലോ. ആ അത് അവന്മാർ തന്നെ. എടാ നിങ്ങള് നേരത്തെ ഉണ്ടോ ഇവിടെ? ആടെ നമ്മള് കുറച്ച് സമയമായി വന്നിട്ട്. നീ എന്താ വരാൻ വൈകിയത്? എടാ ബ്രോ അതൊന്നും ഇല്ലടാ, വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. ഓ അത് ശരി. എടാ ആദമേ നമ്മള് പുതിയ ബൈക്ക് എടുക്കുവാണ് ഓ കേട്ടോ. പറയുന്ന പോലെ അത് ഇവനോട് പറഞ്ഞില്ലല്ലോ അല്ലേ? എടാ നമ്മള് നാളെ പുതിയ ബൈക്ക് എടുക്കുവാണ്. എടാ ബൈക്കോ? എടാ നിങ്ങള് ബൈക്ക് എടുക്കലായോ? എടാ നിങ്ങൾ ഏത് ബൈക്കാണ് എടുക്കുന്നേ? എടാ ഇവൻ KTM-ന്റെ ഡ്യൂക്ക് 200-ഉം ഞാന് KTM-ന്റെ RC 200-ഉം ആണ് എടുക്കുന്നത്. ഓ ഭായി എടാ അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ? എടാ നമ്മുടെ കയ്യില് പൈസയൊക്കെ ഉണ്ട്, അല്ലാതെ നിന്നെ പോലെയല്ല. എടാ ബ്രോ ക്യാഷ് ഒക്കെ അടച്ചു, വണ്ടി ബുക്കും ചെയ്തു, നാളെ എത്തുമെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ നമ്മളുടെ കൂട്ടത്തില് രണ്ടാൾക്കും ബൈക്ക്, ഡ്യൂക്കും RC-യും. എന്റെ മോനെ വിഷയം. എടാ ബൈക്കൊക്കെ എടുത്തിട്ട് വേണം നമുക്കൊരു പൊളി പൊളിക്കാൻ. എടാ ഈ KTM-ന്റെ ബൈക്കൊക്കെ ഓടിക്കാൻ നല്ല സുഖമായിരിക്കും അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ, ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ബൈക്കല്ലേ. എടാ എന്നാ പിന്നെ ശരി എന്നാ ഞാൻ പോവാണ്, നാളെ വണ്ടിയൊക്കെ എടുക്കേണ്ടതല്ലേ. ശരി എന്നാ. നീ പോക്കായോ? ആ ഞാൻ പോക്കായി. ശരി എന്നാ ബൈ. ആടെ ശരി, നാളെ വരണ വണ്ടി എടുത്തിട്ട്. എടാ എന്നാ പിന്നെ ശരി എന്നാ, ഞാനും പോക്കായി. നാളെ വണ്ടിയൊക്കെ എടുക്കേണ്ടതല്ലേ. പറ്റുവാണെങ്കിൽ നാളെ കാണാം. ശരി എന്നാ. ആടെ ബ്രോ എല്ലാരും പോക്കായല്ലേ? എന്നാ പിന്നെ ശരി എന്നാ, ഞാനും പോക്കായി. ഓക്കെ ബൈ. The next day. ഓ നടന്ന് നടന്ന് ഒരു വിധായി. ഈ അമ്മേനെ കൊണ്ട് കടയിൽ പോകാനൊക്കെ ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നൂടെ? ഓ ഒട്ടും വയ്യ. എടാ ബ്രോ എവിടെ പോവാടാ? നിങ്ങൾ ബൈക്ക് എടുത്തോ? ആടെ ബൈക്കൊക്കെ നമ്മള് രാവിലെ എടുത്തല്ലോ. എന്റെ മോനെ അടിപൊളി ബൈക്ക്. എടാ ഞാൻ ആദ്യമായാണ് KTM-ന്റെ ബൈക്കൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. എന്റെ മോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര അടുത്തൊക്കെ ഞാൻ ആദ്യമായാണ് ഈ വണ്ടി കാണുന്നത്. ഒരു രക്ഷയില്ലല്ലോ, വിഷയം സാധനം. ആടാ ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ബൈക്കല്ലേ, പിന്നെ അങ്ങനെ വരാതിരിക്കോ? എന്റെ മോനെ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? ഇജാതി വണ്ടി. എടാ ബ്രോ എനിക്ക് ഒരു റൗണ്ട് ഓടിക്കാൻ തരുവാടാ? എടാ ബ്രോ ഇതുപോലുള്ള വണ്ടി ഒന്നും നിനക്കൊന്നും ഓടിക്കാൻ തന്നാ ശരിയാവില്ല. നീ വേണമെങ്കിൽ അവന്റെ വണ്ടി ചോദിക്കേ. എടാ ബ്രോ അത് പിന്നെ എടാ എന്റെ വണ്ടി എണ്ണയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എടാ ബ്രോ എന്നാ കുഴപ്പമില്ല, എന്നൊന്ന് ജംഗ്ഷൻ വരെങ്കിലും ആക്കുവോ? ഞാൻ കടയിലേക്ക് പോവുകയായിരുന്നു. എടാ ബ്രോ സോറിടാ. എടാ നമുക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടേ, പിന്നെ കാണാം. എടാ ബ്രോ എന്നാ പിന്നെ ശരിയാ, പിന്നെ കാണാം നമുക്ക്. ചേടാ ബൈക്കൊക്കെ എടുത്തതിന് ശേഷം ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടിയല്ലോ. ഞാനൊന്ന് ജംഗ്ഷൻ വരെ ഡ്രോപ്പ് ചെയ്യാൻ മാത്രമല്ലേ അവരോട് പറഞ്ഞുള്ളൂ, അതുപോലും ചെയ്തില്ലല്ലോ ഇവര്. ചേടാ നമുക്കും ഇതുപോലുള്ള ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതുപോലുള്ള വണ്ടിയൊന്നും നിനക്കൊന്നും ഓടിക്കാൻ തന്നാ ശരിയാവില്ല. എടാ ബ്രോ അത് പിന്നെ എന്റെ വണ്ടി എണ്ണയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എടാ നമ്മുടെ കയ്യില് പൈസയൊക്കെ ഉണ്ട്, അല്ലാതെ നിന്നെ പോലെയല്ല. നീ വേണമെങ്കിൽ അവന്റെ വണ്ടി ചോദിക്കേ. എടാ ബ്രോ അത് പിന്നെ എന്റെ വണ്ടി എണ്ണയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓ നടന്ന് നടന്ന് ഒരു വിധത്തിൽ വീടെത്തിയല്ലോ. അച്ഛാ അമ്മേ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആ മോനെ പറയടാ, എന്താണ്? അച്ഛാ എന്റെ കൂടെയുള്ള എല്ലാവരും ബൈക്ക് വാങ്ങി, എനിക്ക് മാത്രം ബൈക്കില്ല. എന്റെ കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ എന്നെ കൂടെയും കൂട്ടുന്നില്ല. അച്ഛാ എനിക്കൊരു ബൈക്ക് വാങ്ങി തരോ? ഒരേ ഒരു ബൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എടാ മോനെ ബൈക്കോ? നമ്മളെങ്ങനെ ജീവിച്ചു പോകുന്നത് നിനക്കറിയോ? എടാ മോനെ നമ്മളുടെ ഈ സാമ്പത്തിക നില വെച്ച് നമുക്ക് ഒരു നേരം ഭക്ഷണമെങ്കിലും കിട്ടുന്നത് വലിയ ഭാഗ്യമെന്ന് വേണം വിചാരിക്കാൻ. അതിനിടക്ക് നിനക്ക് എങ്ങനെയാടാ ഞാനൊരു ബൈക്ക് വാങ്ങി തരുവാ? അവർക്കൊക്കെ പണമുണ്ട്, നമ്മൾ അതുപോലെയല്ല. അച്ഛൻ എനിക്ക് ബൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കൂട്ടുകാരും എന്നെ ഇപ്പൊ കൂടെ കൂട്ടുന്നില്ല. എടാ മോനെ നിനക്കിപ്പോ നമുക്ക് എങ്ങനെയും ബൈക്ക് വാങ്ങി തരാനൊന്നും പറ്റില്ല. സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്തവരാണ് നമ്മൾ. ഈ വീടിന്റെ വാടക തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നത് നിനക്ക് അറിയാമല്ലോ. ആ വേണ്ട അച്ഛാ, ഇത് എന്റെ ആവശ്യമാണ്. ഞാൻ തന്നെ